ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ധനം നമ്മുടെ സുഹൃത്ത്. നമ്മള് സാധാരണ ആളുകള് ചോദിക്കും, നിന്റെ സുഹൃത്ത് ആരാ എന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ പേര് പറയും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയുടെ പേര് പറയും. പക്ഷെ ഞങ്ങള് പല ട്രെയിനിങ്ങുകളിലും പലരോടും ചോദിക്കും, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു 3 സുഹൃത്തുക്കളുടെ പേര് പറയുക എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കളുടെ പേര് ഇങ്ങനെ എഴുതും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് നമ്മൾക്ക് സുഹൃത്തുക്കൾ ഉണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ പറയുന്നത് സമ്പത്ത്, പണം, ധനം. ഇതാണ് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പണത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് ദോഷമാണ്, പാപമാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. പണത്തെ സ്നേഹിക്കുന്ന പാപമാണ്, അല്ലാണ്ട് നമ്മൾ പണത്തെ അങ്ങ് സ്നേഹിക്കരുത്. പണം ആഗ്രഹിച്ച് അതിമോഹം കൊണ്ട് പല തെറ്റുകൾക്കും കാരണമാകാറുണ്ട്. ധനത്തെ അല്ലാതെ നമ്മള് സുഹൃത്ത് ആകുന്നത് രണ്ടാമത്തെ കാര്യമാണ്. പണമാണ് നമ്മുടെ സുഹൃത്ത്, ധനമല്ലാതെ ധനമാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അങ്ങനെ നമ്മൾ ചിന്തിക്കാം. ധനത്തെ അല്ലെങ്കിൽ പണത്തെ എങ്ങനെ നമ്മുടെ സുഹൃത്താക്കാം, അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ നമ്മുടെ സുഹൃത്താക്കാന്ന് വെച്ചാല്, ഒരിക്കൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞാല് ഈ പണത്തിനെ നമ്മുടെ സുഹൃത്താക്കിയിട്ട് ആ സുഹൃത്തിനെ നമ്മളോട് കൂട്ടിച്ചേർത്ത് നിർത്താൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് പിന്നീട് ഒരിക്കലും നമുക്ക് ആ സുഹൃത്ത് കൈവിട്ട് പോവില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അതുണ്ടാകുകയും ചെയ്യും. നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ആ സുഹൃത്ത് നമുക്കൊരു ഉപകാരം ചെയ്യുകയും ചെയ്യും. ഈ ചിന്ത ലജ്ജാകരമായ ഒന്നാണ് എന്ന് നിങ്ങൾക്ക് തോന്നരുത്, പറയരുത്. കാരണം പണത്തെ മോഹിക്കുന്നതും ഏറ്റവും അടുത്ത സുഹൃത്ത് പണമാണ്, പണത്തെ മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. എന്ന് പറയുന്നത് ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലൊരു സുഹൃത്ത് വരികയാണ് എന്ന് വിചാരിക്കാം. ആ സുഹൃത്ത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ സുഹൃത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. സന്തോഷത്തോടെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, സന്തോഷത്തോടെ അവരോട് കൂടി സമയം ചെലവഴിക്കുന്നു. അതേസമയം ആ സുഹൃത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണ്, ആ സുഹൃത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഏത് സമയത്തും കയറി വരാനുള്ള ഒരു അനുവാദമാണ്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതും ചെലവഴിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പിരിയുന്നതും. അപ്പൊ നമ്മളുടെ സുഹൃത്ത് പറയുന്ന എന്താ, അവന്റെ വീട്ടിൽ പോയാൽ എനിക്ക് എല്ലായ്പ്പോഴും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് അവിടെ കയറി ചെല്ലാൻ സാധിക്കും, അത്രയേറെ സ്ഥാനമാനങ്ങൾ എനിക്ക് അവിടെ ഉണ്ട് എന്ന്. അതേപോലെ തന്നെ ആകണം നമ്മൾ പണത്തിനോട്. നമ്മൾ എന്തേ പണത്തെ സുഹൃത്താക്കാത്തത്? നമ്മൾ പണത്തിനോട് പറയാണ്, പണം അധികമായിട്ട് ആഗ്രഹിച്ചാൽ അത് അത്യാഗ്രഹമാണ്. പണം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പല പാപങ്ങളും ചെയ്യും. പണത്തിനോടുള്ള മോഹം കൊണ്ട് പല തെറ്റുകളും ചെയ്യുന്നു. തെറ്റുകളുടെ വേരുകളൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ്. പണം ആഗ്രഹിച്ചിട്ടാണ് ഓരോരുത്തർ കള്ളനും ചതിയും വഞ്ചനും സ്മഗ്ലിങ്ങും ഒക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നന്മയുള്ള പണത്തിന് നമ്മൾ അങ്ങനെ പറയണ്ട. പക്ഷെ അപ്പോ ഇവിടെ നമ്മുടെ സുഹൃത്ത് പണമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഗ്രഹത്തിലേക്ക് നമ്മളിലേക്ക് വരാൻ നമ്മൾ എന്താണ്, എപ്പോഴും സന്തോഷമായിട്ടും ആ സുഹൃത്തിന് ഭക്ഷണം വച്ചു വിളമ്പി വളരെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നത് പോലെ, ഒരു കസേരയിട്ട് വീട്ടിൽ സുഖമായിട്ട് ഇരുത്തുന്നത് പോലെ നമ്മുടെ സുഹൃത്തായ ധനത്തിനെയും പണത്തിനെയും നമ്മൾ സ്വീകരിക്കണം, നമ്മൾ കണക്കാക്കണം. മനസ്സിന് നമ്മൾ അവിടെ ഒരു വേർതിരിവും പാടില്ല. ഈ പണമെന്ന് പറയുന്ന സുഹൃത്തിനെ നമ്മൾ സുഹൃത്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ സുഹൃത്തിന് വേണ്ട രീതിയിലുള്ള ഉപചാരപൂർവമുള്ള ട്രീറ്റ് നമ്മൾ കൊടുക്കണം. ചോറും സാമ്പാറൊക്കെ വെച്ച് കൊടുത്തൊരു സുഹൃത്തിനെ സ്വീകരിക്കുന്ന പോലെ, അയാൾക്ക് വേണ്ടത് കൊടുക്കുന്ന പോലെ ആ സുഹൃത്ത് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സന്തോഷത്തെ പോലെ ഈ പണമെന്ന സുഹൃത്തും വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. പക്ഷെ ആ സന്തോഷം സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ, സ്ഥായിയായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ഈ സുഹൃത്ത് സന്തോഷമായിട്ട് കയറി വരുള്ളൂ. അല്ലാതെ അയ്യോ പണം അതെനിക്ക് വരൂല, അയ്യോ അത് ഭയങ്കര ദോഷമാണ്, കട്ടുമോഷ്ടിച്ചുണ്ടാക്കുന്ന പണം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയല്ല പറയേണ്ടതും ചിന്തിക്കേണ്ടതും. നെഗറ്റിവിറ്റിയെ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യരുത്. നന്മയുള്ള പണം അത് എന്നിലേക്ക് വരാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. എൻ്റെ സുഹൃത്ത് പണമാണെങ്കിൽ ആ പണത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വളരെയേറെ സന്തോഷമായിട്ട് നമ്മൾ ആ സുഹൃത്തിനെ സ്വീകരിക്കാനും സുഹൃത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും തയ്യാറാകാം. നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങളുടെ കൂടെ ആദ്യം നിൽക്കുന്നത് ആരായിരിക്കാം? സുഹൃത്തായിരിക്കാം. വീട്ടിനടുത്തുള്ള സുഹൃത്തോടി കൂടെ വന്നാൽ തന്നെ ആ സുഹൃത്തല്ലല്ലോ പണം കൊടുക്കുക. ആസ്പത്രിയിൽ ബില്ലടയ്ക്കുന്നത് പണമായ സുഹൃത്തല്ലേ, പണമല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതൊരു സുഹൃത്തല്ലേ.
അതുപോലെ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഈ സുഹൃത്ത് എന്നിൽ എല്ലായ്പ്പോഴും എനിക്ക് അവശ്യഹസ്തവുമായിട്ട്, ഏത് സമയത്തും അവശ്യഹസ്തവുമായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മളിവിടെ ഒരുപാട് കള്ളക്കണക്ക് എഴുതിയിട്ട് കട്ടുമോഷ്ടിച്ച രാഷ്ട്രീയക്കാർ ചെയ്ത പോലെ ഒരുപാട് ഇതൊന്നും തട്ടിപ്പൊന്നും ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ പണം ഉണ്ടാക്കുന്നത്. പക്ഷെ സാധാരണയിൽ പറഞ്ഞാൽ നമ്മളെ സുഹൃത്തായ പണത്തിനെ നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. നമ്മുടെ സുഹൃത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സുഹൃത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതും ധനത്തെ തന്നെയാണ്. ധനം എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്ന നോട്ടുകെട്ടുകൾ ഒരു ഊർജമാണ്. ആ ഊർജം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം? സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന്റെ വാതായനങ്ങൾ തുറന്നിട്ടിട്ടിരിക്കണം. അത് ലജ്ജാകരം എന്ന് പറയുന്നവരൊരു കാര്യം ആലോചിക്കാൻ, നിങ്ങളിലേക്ക് ധനത്തിന്റെ സോഴ്സ് ഉണ്ടാവില്ല, സ്രോതസ് ഉണ്ടാവില്ല, അത് അടഞ്ഞു കിടക്കും. ഇതിന്റെ അഗാധമായ തലത്തിൽ ഇത് പൂർണ്ണമാകുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹം ആകുന്നു. നമ്മുടെ പൂർണ്ണമായ ആഗ്രഹം, നമ്മൾക്ക് ധനം വരണം, സുഹൃത്താണ് ധനം എന്നുള്ള പൂർണ്ണമായ ഒരു ആഗ്രഹം അതാകുന്നു. സന്തോഷകരവും അനുഭൂതികരവുമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ സുഹൃത്ത് പണമാണ് എന്ന് ചിന്തിച്ചാൽ വളരെ അനുഭൂതിദായകമായ ഒരു ജീവിതം, ഒരു സന്തോഷം, ഒരു ഉന്മേഷം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ധനം എന്നത് ഒരു പ്രതീകമാണ്, ഒരു സിമ്പലാണ്. ഈ സിമ്പല് നമ്മളിൽ നിലനിർത്താൻ ശ്രമിച്ചാൽ, ആ സിമ്പൽ നമ്മൾ എന്നും ഉള്ളം കയ്യിൽ കൊണ്ടു നടന്നാൽ തീർച്ചയായിട്ടും സമൃദ്ധി, ഐശ്വര്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ധനം നമ്മളിൽ നിലനിൽക്കും. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ തന്നെയാണല്ലോ ഈ സിമ്പല്. അപ്പോൾ പണത്തിന്റെ, സമ്പത്തിന്റെ പല സിമ്പലുകളാണല്ലോ ഈ പറയുന്ന സമൃദ്ധി, ഐശ്വര്യവും. നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ധനം വന്നു പോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധാരാളം പണം വരുന്നു, പണം വരാതെ ആ സോഴ്സുകളൊക്കെ അടഞ്ഞു പോയി എന്ന് വിചാരിക്കുക. പിന്നീട് പണം ഒരിക്കലും വരാൻ ബുദ്ധിമുട്ടുണ്ടാകും, പണം വരാൻ തടസ്സം വരും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പണം വന്നു പോകുന്നു എന്നുണ്ടെന്ന് വിചാരിക്കുക. സാമ്പത്തികമായിട്ട് നിങ്ങൾ ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. രോഗമുള്ളൊരു വ്യക്തി ആരോഗ്യമില്ലാത്തവനാണ്. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തികമായ ഉന്നമനവും ഫിനാൻഷ്യൽ ഫ്രീഡവും ഉള്ളവൻ എന്നും സാമ്പത്തിക ആരോഗ്യമുള്ളവൻ തന്നെയാണ്. പണം പൂഴ്ത്തിവയ്ക്കുകയും പിശുക്ക് കാണിക്കുകയും ഭയചകിതരായിട്ട് പണത്തെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ പണം നഷ്ടപ്പെടുവോ, എൻ്റെ പണം നഷ്ടപ്പെടുവോ, എനിക്ക് കാശില്ലാണ്ടാവുമോ, എനിക്ക് കാശില്ലാണ്ടാവോ, മറ്റവന്റെ ഉന്നതിയിലും ഉന്നമനത്തിലും വളരെയേറെ ഉത്സുകനായിട്ട് അതിനെ കുറ്റം പറയുകയും വളരെയേറെ ദോഷത്തോടെയും അസൂയയോടെയും അത് വീക്ഷിക്കുകയും ചെയ്യുന്നവനിലേക്ക് ഈ പറയുന്ന സമ്പത്ത് വരാൻ മടി കാണിക്കും. അതുകൊണ്ട് തന്നെ അസൂയയോടെയും പിശുക്കോടെയും സൂക്ഷിച്ചു വയ്ക്കേണ്ട ഒരു സാധനമല്ല പണം. ആവശ്യത്തിന് ചെലവാക്കണം, അനാവശ്യങ്ങൾ മാറ്റിയിട്ട് ആവശ്യത്തിന് സമ്പത്ത് ചെലവാക്കുക. ആ സുഹൃത്തിനെ നമ്മൾ ആവശ്യ സമയങ്ങളിൽ ചെലവഴിക്കാൻ പഠിക്കുക. സുഹൃത്തിനെ നമ്മൾ നമ്മളോട് കൂട്ടിച്ചേർത്ത് നിലനിർത്താൻ ശ്രമിക്കുക. അതാണ് സുഹൃത്ത് പണമാണ് എന്ന് പറയുന്നത്. പണമാണ് നമ്മുടെ സുഹൃത്ത്. പണത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും ആശയങ്ങളും ഉപബോധ മനസ്സിൽ സൃഷ്ടിച്ചാൽ തൽബലമായി എവിടെയായാലും പണം വന്ന് കൊണ്ടിരിക്കും. നമ്മൾ എവിടെയാണെങ്കിലും ശരി, നമ്മുടെ മനസ്സിൽ പണം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉപബോധ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള ചിന്തകൾ സൃഷ്ടിച്ചാൽ എവിടെയായാലും നമ്മളിലേക്ക് പണം വന്നുകൊണ്ടിരിക്കും. പണം തടസ്സമില്ലാതെ നമ്മളിലേക്ക് വരാൻ നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാൻ നമ്മൾ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കാം. നിങ്ങൾ എല്ലാ സമയത്തും പണം സുലഭമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് എന്ത് ആഗ്രഹിച്ചാലും നടക്കുന്നു. നിങ്ങൾക്ക് പണം സുലഭമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴും നിങ്ങളോട് അനുകൂലമായി പെരുമാറുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് അത് വരാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. എല്ലാ പാപങ്ങളുടെയും വേര് പണത്തോടുള്ള മോഹമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ഉള്ളിന്റെ ഉള്ളില് ദാരിദ്ര്യത്തിന്റെ വിശേഷ ഗുണം കൊണ്ട് നടക്കുന്നവന് ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ദാരിദ്ര്യമാണ്, അതിന്റെ ഒരു ചിന്തയും അതൊരു വിശേഷ ഗുണമായിട്ട് എനിക്കെന്നും ദാരിദ്ര്യമാണ്, എനിക്കെന്നും കഷ്ടപ്പാടാണ് എന്ന് വിചാരിക്കുന്ന, ദാരിദ്ര്യത്തോടെ ചിന്തിക്കുന്ന, അത് മനസ്സിൽ ആ ചിന്തകൾ മാത്രം കൊണ്ട് നടക്കുന്ന ഒരുത്തൻ, അവനിൽ ഒരിക്കലും സമ്പന്നത കടന്നു വരില്ല എന്നാണ് പറയുന്നത്. അവന്റെ പ്രിയ സുഹൃത്ത് ദാരിദ്ര്യമാണ്, നമ്മുടെ പ്രിയ സുഹൃത്ത് പണമാണ്. അപ്പോൾ വിശേഷ ഗുണമായിട്ട് അത് കൊണ്ടു നടക്കാതെ, ദാരിദ്ര്യത്തെ കൊണ്ടു നടക്കാതെ, ദരിദ്രനായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കാതെ, നമുക്ക് സമ്പന്നതയെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ സമ്പന്നത കിട്ടോ എന്നായിരിക്കും അടുത്ത ചോദ്യം. സ്വപ്നം കണ്ടാൽ കിട്ടില്ല, പക്ഷെ സ്വപ്നം കാണുന്നതിനോടൊപ്പം നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സിന്റെ വാതായനങ്ങൾ തുറന്നിട്ട് അതിലേക്കുള്ള പരിശ്രമവും കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോടികൾ കേടുന്ന സമ്പന്നത ഇല്ലെങ്കിൽ പോലും നമ്മൾക്കൊരു നല്ലൊരു രീതിയിൽ ധനം വന്നു ചേരാനുള്ള ഒരു സാഹചര്യം, അതിന് നമ്മളെ സുഹൃത്ത് പണമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. സുഹൃത്തായ ആ പണത്തെ നമ്മൾ ഏതു നേരവും സന്തോഷത്തോടെ സ്വീകരിക്കാനും അത് വന്നു ചേരാനുള്ള മനസ്സിന്റെ വാതായനങ്ങളെ തുറന്നിട്ട് ഒരു സുഹൃത്തിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ആനയിച്ച് ബിരിയാണി വെച്ചു കൊടുത്ത്, സദ്യ ഉണ്ടാക്കി കൊടുത്ത്, പായസം വെച്ചു കൊടുത്ത് ഊട്ടുന്നത് പോലെ അതിനെ നമ്മൾ ഊട്ടാൻ ശ്രമിക്കുക. ഭക്ഷണം കൊടുത്ത് പാലൂട്ടി വളർത്തുക. എങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങളുടെ ഭാഗത്ത് മൗലികമായിട്ട് എന്തോ തെറ്റ് ഉണ്ടെന്ന് സാരം. കാരണം നിങ്ങളിലേക്ക് പണം വരുന്നില്ല എങ്കിൽ, നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്തോ ഒരു മൗലികമായ തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. നിങ്ങളപ്പോൾ അത് മനസ്സ് തുറന്ന് അതിനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ആ മൗലികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന തെറ്റെന്താണോ അതിനെ നിങ്ങൾ മാറ്റിക്കളയാ. അങ്ങനെ ജീവിത തത്വം അനുസരിച്ച് ഏറ്റവും പ്രബലമായ ആശയം അത് വളർച്ചയാണ്. ഏറ്റവും പ്രബലമായ ഒന്ന് വളർച്ച, വിജയം. അതാണ്. അത് വരണമെങ്കിൽ നമ്മുടെ സുഹൃത്ത് പണമാണ് എന്ന് നമ്മൾ ധരിക്കണം. അതങ്ങനെ പഠിച്ചു വെക്കണം. സുഹൃത്തിനെ എല്ലാ സമയത്തും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കാനും തയ്യാറാകണം. അതിനാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്ത് പണമാണ് എന്ന ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. നമ്മളുടെ സുഹൃത്ത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉടനെ ചിന്തിക്കേണ്ടത് പണമാണെന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി ഒരുപാട് പിശുക്കത്തരം കാണിച്ച് എല്ലാവരെയും കൊന്നും മോഷ്ടിച്ചും സകല പാപങ്ങളും ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മളെന്നും ദരിദ്രനാണ്, നമ്മളെന്നും പാവപ്പെട്ടവനാണ്, ആ ചിന്തകൾ നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ ദരിദ്രനല്ല, മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും സമ്പന്നനാകുക. മനസ്സുകൊണ്ട് നിങ്ങൾ സമ്പന്നതയിലേക്ക് ഉറ്റുനോക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, നമ്മളുടെ ദാരിദ്ര്യത്തിന്റെ വാതായനങ്ങൾ പതുക്കെ 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 അടയ്ക്കാൻ പറ്റും. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. ഏത് ദുർഘട സന്ധിയിലും നിങ്ങൾ ചിന്തിക്കുക, ഞാൻ സമ്പന്നനാവും തീർച്ചയായിട്ടും. ആ സമ്പന്നതയിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ എൻ്റെ മുന്നിൽ തുറന്നു വരുന്നുണ്ട് എന്ന് ചിന്തിച്ച് പരിശ്രമിച്ച് പ്രവർത്തിച്ച് മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്ത് തീർച്ചയായിട്ടും പണമായിരിക്കും.